ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും കഥകളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഇന്ന് കഥകളിയെ കുറിച്ച് വിശദമായി ഒന്ന് പഠിക്കാം. കഥകളി ഒരു കേരളീയ ദൃശ്യകലാ പ്രസ്ഥാനം. കൊട്ടാരക്കര തമ്പുരാനാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് കരുതുന്നു. കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടമായിരുന്നു. ഇത് 17ാം ശതകത്തിൽ ആയിരുന്നു. കഥകളിയിൽ കേരളത്തിന്റെ പ്രാചീന കലകളായ കൂടിയാട്ടം, ചാക്യാർകൂത്ത്, കൃഷ്ണനാട്ടം, അഷ്ടപതി, തെയ്യം, പടയണി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളുടെ സമന്വയം കാണാം. വാചിക അഭിനയമില്ല, പകരം സംഗീതം ഉപയോഗിച്ചിരുന്നു. കോഴിക്കോട് സാമൂതിരി കൃഷ്ണനാട്ട സംഘത്തെ ദക്ഷിണ കേരളത്തിൽ അയച്ചു കൊടുക്കാൻ വിസമ്മതിച്ചു. ഇതിൽ വാശി തോന്നിയ കൊട്ടാരക്കര തമ്പുരാൻ അതിനു ബദലായി നിർമ്മിച്ച കലാരൂപമാണ് രാമനാട്ടം. കോട്ടയത്ത് തമ്പുരാന്റെ രംഗപ്രവേശത്തോടെ രാമനാട്ടം കഥകളിയായി. അഷ്ടാംഗങ്ങൾ, കേളികൊട്ട് മുതൽ കഥകളിയിലുള്ള പ്രധാന ചടങ്ങുകളാണ് കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി. കഥകളിയുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില എന്നിവ ചേർത്ത് നടത്തുന്ന വാദ്യപ്രകടനമാണ് കേളി. കഥകളി രംഗത്ത് വിളക്ക് വെച്ചു കഴിഞ്ഞാൽ അരങ്ങുകേളി നടത്തുന്നു. ഇതിന് ഗണപതിക്കെട്ട്, ശുദ്ധമദ്ദളം എന്നും പറയാറുണ്ട്. ഇത് കഴിഞ്ഞാൽ തിരശീല കൊണ്ട് രംഗം മറയ്ക്കുന്നു. അത് കഴിഞ്ഞ് തോടയം തുടങ്ങുന്നു. 2 മിനുക്ക് വേഷങ്ങൾ തിരശീലയുടെ പിന്നിൽ നിന്ന് ഈശ്വര സ്തുതിക്കനുസരിച്ച് നൃത്തം ചെയ്യുന്നതാണ് തോടയം. തോടയത്തിന് ശേഷം വന്ദന ശ്ലോകം ചൊല്ലുന്നു. അതിനുശേഷം ആട്ടക്കഥയിലെ ശ്ലോകം ചൊല്ലി പുറപ്പാടാകുന്നു. ഇതിന്റെ അവസാനം മേളപ്പദം ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് കഥാഭിനയം തുടങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ധനാശി. ഈ ചടങ്ങ് പൂർത്തിയായ ശേഷം ഒരു ശിഷ്ട കഥാപാത്രം ഈശ്വരസ്തുതി രൂപത്തിൽ നൃത്തം ചെയ്യുന്നതാണ്. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി 4 അഭിനയ രീതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കഥകളി പരിഷ്കരണ രംഗത്തെ ശ്രദ്ധേയർ കോട്ടയത്ത് തമ്പുരാൻ, കല്ലടിക്കോടൻ, മഹാകവി വള്ളത്തോൾ എന്നിവരാണ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കഥകളിയെ കുറിച്ച് വിശദമായി പഠിക്കാൻ സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.